കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരി ദിനം ആചരിച്ചു. വ്യാപാര ഭവനിൽ യൂണിറ്റ് പ്രസിഡന്റ് ഷിബു ABS പതാക ഉയർത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാരി ദിനം ആചരിച്ചു. വ്യാപാര മേഖല ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ വഴിയോര കച്ചവടക്കാരുടെ കടന്നുകയറ്റവും അശാസ്ത്രീയ ട്രാഫിക് നിയമങ്ങളും വലിയ തോതിൽ തിരിച്ചടി സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് യൂണിറ്റ് കമ്മിറ്റി വിലയിരുത്തി. കായംകുളത്തെ വ്യാപാര മേഖല പിന്നോട്ടു പോകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിനാൽ തന്നെ അനധികൃത വ്യാപാരങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. കായംകുളത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ഉപഭോക്താക്കൾക്ക് സുഗമമായ പാർക്കിംഗ് സൗകര്യം നൽകുന്നതിന് അനധികൃത കച്ചവടങ്ങൾ ഒഴിവാക്കി പാർക്കിംഗ് പോയിന്റുകൾ അടയാളപ്പെടുത്തി നൽകാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും യൂണിറ്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ദേശീയ വ്യാപാരി ദിനത്തിന്റെ ഭാഗമായി നടത്തിയ ചടങ്ങിൽ വ്യാപാര ഭവനിൽ യൂണിറ്റ് പ്രസിഡന്റ് ഷിബു ABS പതാക ഉയർത്തി. കായംകുളത്തെ വ്യാപാരികൾ അനുഭവിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് വഴിയോര കച്ചവടം. വഴിയോര കച്ചവടം കായംകുളത്തെ പട്ടണത്തിലെത്തുന്ന കസ്റ്റമറായ ആളുകൾക്ക് ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് എത്തുന്ന ആളുകൾക്ക് വേണ്ടി ട്രാഫിക് പോലീസ് പതിച്ചു നൽകിയ ആ ലൈൻ അവർക്ക് അനുവദിച്ചു നൽകിയ പാർക്കിംഗ് സ്ഥലത്ത് പോലും ഇന്ന് 4 വീല് വണ്ടിയിലും അല്ലാതെയും കച്ചവടം കയ്യേറിയിരിക്കുകയാണ്. അപ്പം കായംകുളം പട്ടണത്തിലെ കായംകുളം മുനിസിപ്പാലിറ്റി അതിന് തീരുമാനമെടുത്തിട്ടുണ്ട് എത്രയും വേഗം ഒഴിപ്പിക്കാമെന്ന്. ആ തീരുമാനമെടുത്തിട്ട് ഏകദേശം ഇന്നേക്ക് 1 മാസമാകുന്നു. അപ്പം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റിന് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്, ആകെ കേരളത്തിലെ കായംകുളത്തിലെയൊക്കെ സംബന്ധിച്ചിടത്തോളം കച്ചവടം ഇന്ന് വളരെ പ്രശ്നത്തിലാണ്. പ്രത്യേകിച്ച് കായംകുളത്ത് പരിസര പ്രദേശങ്ങളിലെ വ്യാപാരങ്ങൾ, തൊട്ടടുത്ത പ്രദേശങ്ങളിലെ വ്യാപാരങ്ങൾ വളരെ തകൃതിയോടെ നടക്കുമ്പോൾ കായംകുളത്തെത്താൻ ആളുകൾ മടിക്കുന്നു. ആ മടിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ പാർക്കിംഗ് ഇല്ലാത്ത സൗകര്യമാണ്. അതുകൊണ്ട് എത്രയും വേഗം നഗരസഭാ കൗൺസിൽ, അത് ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിയായാലും പ്രതിപക്ഷമായാലും BJP ആയാലും വ്യാപാരികൾക്ക് വേണ്ടി, ഈ നാട്ടിൽ സഞ്ചരിക്കുന്ന ഈ നാട്ടിലെ ആളുകൾക്കു വേണ്ടി എത്രയും വേഗം ആ എടുത്ത തീരുമാനം വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യമാക്കണമെന്ന് ഈ അവസരത്തിന് ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഈ വ്യാപാര ഭവൻ, സസ്യ മാർക്കറ്റിലുള്ള ഈ വ്യാപാര ഭവൻ നമ്മൾ തുറന്ന് പ്രവർത്തിക്കുക, ഒരു ഓഫീസ് സെക്രട്ടറിയെ വെച്ച് നമ്മൾ തുറന്ന് പ്രവർത്തിക്കുക. ഞായറാഴ്ച ഒഴികെ രാവിലെ 9:30 മുതൽ 5:30 വരെ. അത് പറയുന്നതിന്റെ ഉദ്ദേശം വ്യാപാരവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഒട്ടനവധി പ്രശ്നങ്ങളും പ്രയാസങ്ങളും പോവുകയാണ്. മുതിർന്ന ഭാരവാഹികളായിരുന്നവരെയും മരണമടഞ്ഞ ഭാരവാഹികളുടെ ഭാര്യമാരെയും യൂണിറ്റ് കമ്മിറ്റി ആദരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി P. സോമരാജൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് AM ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി. VK മധു, വിഠലദാസ്, സജു മറിയം, SK നസീർ, നാഗൻ രാജാസ്, സലീം അപ്സര, ദേവസി, H. നവാസ്, സക്കീർ ഹുസൈൻ, റിയാസ് മുണ്ടകത്തിൽ, മനു വിജയ, അമീർ കുഞ്ഞുമോൻ ഷിംഗാർ, നാദിർഷ, വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ട്രഷറർ M. ജോസഫ് നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.